എന്നാൽ പ്രിയരെ, ഒരു കാര്യം സംഭവിച്ചു. മനുഷ്യൻ ഈശ്വരന്റെ താല്പര്യത്തിന് വിഘ്നം വരുത്തി. അവനെ കുറിച്ച് ധാരാളം പദ്ധതികൾ ഈശ്വരന്റെ ഹൃദയത്തിലുണ്ട്. ഈ സ്ത്രീയെ കണ്ട മാത്രയിലാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ബുദ്ധിജീവികളായ ചിന്താശീലരായ നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിക്കണം. ഇത് നിസ്സാരമായ പൈങ്കിളി നോവൽ വായിക്കുന്ന പോലെയല്ല. നമ്മുടെ നിത്യരക്ഷയുടെ കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയരെ, ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ദിനം ദിനം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത്. ഈ സത്യം ദൈവം ഞങ്ങൾക്ക് ബൈബിളിൽ നിന്ന് വെളിപ്പെടുത്തിയത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ആദമിന് വലിയൊരു ഗാഠനിദ്ര വരുത്തി അവന്റെ ദുഃഖം പരിഹരിപ്പാൻ അവന്റെ പാർശ്വത്തിൽ നിന്നൊരു അസ്ഥി വലിച്ചു ഒരു ദൈവം എടുത്തിട്ട്, അപ്പോൾ അവൻ മോഹാത്സ്യപ്പെട്ട് കിടക്കുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ആ ഉറക്കത്തിലാണ് അവന്റെ ഭാര്യയിൽ ദൈവം ഊരിയത്. എന്നിട്ട് അവനെ തട്ടി ഉണർത്തി. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദമന്ദം തുറക്കുന്നേരം ദിവ്യയാമൊരു നാരീരത്നം തനിക്കു മുന്നിലായി നിൽക്കുന്നു. കനൽക്കു നേരായി കിഴക്കുതിച്ച ഭാനുപോലെ. അപ്രതീക്ഷിതമായ ഈ കാഴ്ചയാൽ വികസനായി ആദമൻ ഇപ്രകാരമുള്ളത്തിൽ പറയുകയാണ്, ഇന്നു ഞാൻ കാണുന്നത് ഈ ചന്തമേറിയ കാഴ്ച. ചന്തമിന്നലീ മണ്ണിൽ പിണ്ടിതാകൃതിയായോ, ചന്ദ്രനെ പിടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ. സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു നവസൃഷ്ടി. വാനവ പരിഷയില്ലാരാനുമാണോ വരില്ല ആനനാദികൾ കൽപ്പ. ഭേദമുണ്ടോർത്തുകൊണ്ടാൽ മാത്രമല്ല മുന്നമീ വണ്ണം മാമക ഹൃദയത്തെ കവർന്നില്ല ഒരു ദൂതന്മാരും. പിന്നെ അങ്ങോട്ട് പറയുകയാണ്, കേശഭംഗിയും ദേഹകാന്തിയും മുഖാബ്ജത്തിലാശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ട് തിരിയാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തമുകളപ്രതയതും പാടലാതരം മനോമോഹനം നാസികയും പേടമാൻ അടിവണങ്ങിടുന്ന മിഴികളും ഉല്ലസൽകല്ലോരം പോലുകളും ചില്ലിയിലുകളും നല്ലൊരു താടിമത്തെ വെല്ലുന്ന ഖണ്ഡങ്ങളും ആകവേ ചിന്തിക്കുകിൽ അത്ഭുത പരവശരാകാതിരിക്കയില്ല അമൃതാശികൾ പോലും ദൂതന്മാര് പോലും. പ്രിയരെ, ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആദം കാമയാവേശത്താൽ സ്വന്തം സൃഷ്ടാവിനെ മറക്കുകയാണ്. അവിടെ പറയുകയാണ്, then Adam said, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. എനിക്കിനി ഈശ്വരനെ വേണ്ട, വായിച്ചാൽ കാണാം, അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. എന്നിട്ട് അവൻ പറയുകയാണ്, കിടപ്പാൻ എനിക്കൊട്ടും കഴിവില്ല. എഴുന്നേറ്റ് കൊടുക്കുന്ന അവളുടെ അടുക്കൽ ഓടിച്ചെന്ന് തുടുത്ത കാന്തി ചിഹ്നും അവൾ തന്നുടലിന്മേൽ വെടുപ്പായി പ്രേമമാല ചാർത്തണം ആശ്ലേഷത്താൽ എന്നു പറഞ്ഞവനങ്കനാമണി നിൽക്കും. പിങ്ങളകാന്തി പൂരം തിങ്ങിന ദിക്കിലെത്തി മംഗള കമലിന്യ സംഗമസുഖം തേടി തുങ്കമോദേന പായും ഭൃംഗമെന്ന പോലെ ഭംഗിയിൽ അവളുടെ അംഗവല്ലരി സമാലിന്യ നിർവർത്തനായവൻ ഭംഗവും അല്പമല്ലേ. എന്നിട്ട് കേട്ടോ പ്രിയരെ, ആദം പറയാണ്, വിസ്മയം സർവേശ്വര, നിന്നുടെ വ്യാപാരങ്ങൾ പത്മസാൽക്കരിപ്പു നീ ദുഃഖത്തെ പ്രേമാഗ്നിയാൽ. അന്നുവരെ പ്രേമമൊന്നും സാധനമില്ല. വിഷമുള്ളിൽ ചെന്ന പിന്നെ ആ കിടുകിടുപ്പാ മിണുമിണുപ്പാവൻ പറയുന്നത് ഭയങ്കരമായ സംഭവമാണ്. ഏതൻ പൂങ്കാവനത്തിൽ നിന്നുണ്ടായത്. കിടപ്പാൻ എനിക്കൊട്ടും കഴിവില്ല. എഴുന്നേറ്റ് കൊടുക്കുന്ന അവളുടെ അടുക്കൽ ഓടിച്ചെന്ന് തുടുത്ത കാന്തി ചിഹ്നം അവൾ തന്നുടലിന്മേൽ എടുപ്പായി പ്രേമമാല ചാർത്തണം ആശ്ലേഷത്താൽ എന്ന് പറഞ്ഞ് അങ്കനാമണി നിൽക്കുന്ന പിങ്ങള കാന്തി പൂരം തിങ്ങിന് ദിക്കിലെത്തി മംഗള കമലിന്യാം സംഗമ സുഖം തേടി തുങ്കമോദേന വായും പായും കുതിര വൃംഗമെന്ന പോലെ ഭംഗിയിൽ അവളുടെ അംഗവല്ലരി
സമാലിക്കൽ നിർവൃതനായി അവൻ പാപം ചെയ്തു. ഈശ്വരൻ അറിയാതെ, ഈശ്വരന്റെ നിർദ്ദേശം കൂടാതെ അവൻ സ്ത്രീയെ ഭാര്യയായി വേൾക്കുകയും അവളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് നാം ഈ കാണുന്ന വിധത്തിൽ ലോകം അധപ്പതിച്ചു. ഈശ്വരൻ പറയാതെ, ഈശ്വരൻ അനുവദിക്കാതെ ഒരു ചാട്ടത്തിന് പിശാച് മനുഷ്യനെ പാപക്കുഴിയിലാക്കി. ഇതിന്റെ പേരാണ് പാപം. ഞാനിത് വിശേഷിച്ച് തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് മുതൽ ഇന്ന് വരെയും മനുഷ്യരെല്ലാവരും ഈ കാര്യത്തിൽ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ലോകം മുഴുവനും ഹണി റോസും ബോച്ചയും. അയ്യോ, എത്രയോ നാളായി പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ജോലി എന്തായിരുന്നു? ഇത് തന്നെയായിരുന്നു. വൈദികന്മാരെ പിടിച്ചാൽ കിട്ടുമോ? പോപ്പ് മോശമാണോ? പാസ്റ്റർമാരും മിടുക്കന്മാരല്ലേ? കാരണം മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാപം ചെയ്തു. പാപമെന്ന് പറയുന്നതിന്റെ പേരാണ് സെക്സ്, അല്ലെങ്കിൽ വഴിപിഴച്ച ലൈംഗിക വീഴ്ച. ഏതു പണ്ഡിതന്മാരെയും ഞാൻ വിളിക്കുന്നു, നിങ്ങൾ എന്നോട് വന്ന് തർക്കം വല്ലതുകൊണ്ട് ഉന്നയിക്കും. ബൈബിൾ പ്രകാരമായിരിക്കണം. ഈശ്വരൻ വിചാരിച്ചിട്ട് ഇന്ന് വരെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം, ഒരു പാപം ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. ഇസ്രായേലിന്റെ ഗായകനായിരുന്ന ദാവീദ് പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. നമ്മളെല്ലാം ചേർത്ത് പറയുകയാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെയും കുറിച്ച് ബൈബിൾ പറയുന്നു, ഈശ്വരൻ പറയുന്നു. അത് റെപ്രസെന്റ് ചെയ്ത് ദാവീദ് രാജാവ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിനെതിരെ അമ്മയിലെ ഗർഭം ധരിച്ചു. നാമെല്ലാം ജന്മനാ ജായതേ ശുദ്ര പാപോഹം കർമ്മോഹം പാപാത്മാ പാപസംഭവാൻ എന്നല്ലേ നാം എല്ലാവരും അറിയപ്പെടുന്നത്. ഈ ലോകത്തിൽ വിശുദ്ധനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. ഇതുവരെയും ഒരു ഗ്രന്ഥങ്ങളും അങ്ങനെ ഒരാളെ കാണിച്ചു തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ബൈബിളിലുള്ള പ്രസക്തി. മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കുവാൻ അവനെ സൃഷ്ടിച്ച ദൈവം തന്നെ തയ്യാറാക്കി ഭൂമിയിലേക്ക് അയച്ച രക്ഷാനായകനാണ് യേശു. യേശുവിനെ പോലെ ഇന്ന് വരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പരിശുദ്ധിയുടെ പര്യായവും പരിപാവനതയുടെ ഭവ്യരൂപവും പരത്തിന്റെ അവതാരവുമായി ഈ ലോകത്തിൽ ജീവിച്ച യേശുവാണ്. നിങ്ങളിലാരെന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് യേശു ഇസ്രായേലിലെ പ്രമാണിമാരോട് ചോദിച്ചു. സിംഹഗർജനത്തിൽ കരീലയുടെ മർമ്മര ശബ്ദം എങ്ങനെ പ്രബലപ്പെടും? അവരെല്ലാം നിശബ്ദരായി പോയി. എന്നാൽ യേശു ഒരിക്കലൊരു സ്ത്രീയെ അവരെല്ലാവരും കൊണ്ടുവന്നു. വ്യഭിചാരം ചെയ്തിരിക്കുന്നു. മനുഷ്യന്റെ പാപം വ്യഭിചാരം. അതുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ന്യായപ്രമാണ പ്രകാരം യേശുവേ, നീ അനുവദിച്ചാൽ മതി, ഞങ്ങളെല്ലാം കൂടെ കല്ലെറിഞ്ഞ് ഇവളെ തീർത്തേക്കാം. ഈശോ വെള്ളത്തിൽ വീണ എലിയെപ്പോലെ വിറച്ചു നിൽക്കുന്ന ആ സഹോദരിയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ ആദ്യത്തവൻ വന്ന് ഇവളെ കല്ലെറിയട്ടെ. ഇടിവെട്ട് പോലെയുള്ള യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ പട്ടാളക്കാർ പരിഭ്രാന്തരായി. കല്ലുകളെല്ലാം പടപട താഴെ വീഴുന്ന ശബ്ദം. അവരെല്ലാവരും പോയി. ഈ സ്ത്രീ മാത്രം അവിടെ നിൽക്കുകയാണ്. ഈശോ അലിവോടെ അവളെ വിളിച്ചു, സഹോദരി വന്നാട്ടെ, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്നുവരെ നാം എല്ലാവരും പാപത്തിൽ തന്നെയാണ് ജീവിച്ചത് എന്നുള്ളൊരു സംശയമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പാപമെന്ന് ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് സെക്ഷൽ മിസ്ലെഡ് ലൈഫ്. അബദ്ധസഞ്ചാരികളായി, കാമഭ്രാന്തരായി, കൊലപാതകങ്ങൾക്കും
അയ്യോ, തീവപ്പിനും മോഷണത്തിനും എല്ലാം കാരണമാകുന്ന വിധത്തിൽ സർവലോക സംഹാരനാശത്തിന് കാരണക്കാരായി പാപം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഇനി പാപം ചെയ്യരുത്. ഈശോ ആ സ്ത്രീയോട് പറഞ്ഞ ആ കാര്യം അന്ന് വരെ ആ സ്ത്രീ കേട്ടിട്ടില്ല. നിരന്തരമായി നമ്മുടെ പ്രകൃതിയാൽ പാപം ചെയ്യുന്ന നമ്മളോട് യേശു പറയുന്നു, ഇന്ന് from today you don't commit sin. ഇതാണ് ക്രിസ്തീയ ഗോളത്തിൽ പഠിപ്പിക്കാനുള്ള ഉപദേശം. മനുഷ്യന്റെ പാപം എന്താണെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കാതെ ഇന്നത്തെ ആളുകള് തെരുക്കളിൽ ചെന്ന് മദ്യപാനം ചെയ്യരുതെന്നാണ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് നാണമുണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? ഒരിക്കലും യേശു ചെന്ന് ആരോടും നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് പ്രസംഗിക്കാൻ ആരെയും അയച്ചിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ തെരുക്കളിലും ചന്തകളിലും ചതുപദങ്ങളിലും എത്തിയിട്ട് അവരോട് പറയും സുവിശേഷം പ്രസംഗിക്കാൻ. എന്താ കാര്യം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം. അത് പ്രസംഗിക്കുന്നുണ്ട്. പകരം വലിയ വണ്ടിയിലൊക്കെ ബോർഡുമൊക്കെ വലിച്ചു കിട്ടിയിട്ട് ഈശോ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയരെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ വ്യഭിചാരം ചെയ്യാൻ ഇടയാകും. അത് സത്യമാണ്. പക്ഷേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പോരെ? കാളയെ വാങ്ങിക്കുമ്പോൾ കൊമ്പിന് പ്രത്യേകം വില പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു മനുഷ്യൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനൊരു പുതിയ മനുഷ്യനായി തീരുകയാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷേ സമയമില്ല. ഒരുത്തൻ ഒരു ഭാര്യയും ഒരുത്തിക്ക് ഒരു ഭർത്താവും മതി. ഈ കാര്യം നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ മുഖാന്തരം ഒന്ന് അസസ് ചെയ്ത് ഒന്ന് കൺഫേം ചെയ്തിരുന്നെങ്കിൽ, നിയമപരമായി ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം കുറച്ചുകൂടെ അനുഗ്രഹീതമായി തീരുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു ഭാര്യയെ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത മനുഷ്യ, നിനക്കൊരിക്കലും ശുഭമുണ്ടാകയില്ല. നിന്റെ ഭവനം തകരും, നിന്റെ കുഞ്ഞുങ്ങള് നാനാവഴിയായി പോകും. ദൈവത്തിന്റെ ശാപം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. നമ്മുടെ ലോകത്തിന്റെ പ്രശ്നം, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ഇപ്പോൾ അമ്മയും മോനും തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരെ എനിക്കറിയാം. UK-യിൽ ചെന്നപ്പോൾ അവിടെ കടയിൽ നിന്ന് സാധനം മേടിച്ച് തോളെ കൈയിട്ട് പോകുമ്പോൾ മറ്റൊരു സഹോദരൻ പറയാണ്, അവര് ഗേ മാരീഡ്, സ്വവർഗ വിവാഹം നടത്തുന്നവര്. നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നമ്മെ തന്നെ പരിശോധിച്ചാൽ നമ്മളുടെ പാപം പകല് പോലെ നമ്മെ തേടി വരും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, ഇനി മേലാൽ ഞാൻ വ്യഭിചാരം ചെയ്യുകയില്ല. എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്റെ ഭാര്യയോട് വിശ്വസ്തത കാണിക്കുമെന്ന് തീരുമാനമെടുത്താൽ ഇന്നത്തെ ലോകത്തിന്റെ സർവ്വവിധ പ്രശ്നങ്ങളും അവിടെ തീരും. നമ്മൾക്ക് ഭരണകക്ഷിയോ പ്രതിപക്ഷ കക്ഷിയോ എന്നൊന്നും നമുക്കില്ല. എല്ലാരും അവസരം കിട്ടിയാൽ വിഷസർപ്പമേ നിന്നെ വിട്ടോടിലും വിദ്രുതം നീ പാഞ്ഞു ദർശിപ്പുമർത്യരേ. അങ്ങനെയാണ് ഇതൊരു വിഷം. മുനിയുടെ മനം കരണ്ടൂർദ്ധമാക്കിയിടുന്ന മൂഷികനത്രേ വിഷയാസനിർണയം. നമ്മുടെ പാതിരിമാര്, നമ്മുടെ പുരോഹിതന്മാര്, മേൽശാന്തിമാര്, കീഴ്ശാന്തിമാര്, പോപ്പ്, കർദിനാള് എല്ലാം വീഴുന്ന പടുകുഴിയാണ് വ്യഭിചാരക്കുഴി. ഇതാണ് വിലക്കപ്പെട്ട കരി മനുഷ്യരിൽ വരുത്തി വെച്ചത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം ധന്യമായി തീരും, നമ്മുടെ കുടുംബം സ്വർഗമായി തീരും. യേശു ഈ ലോകത്തിൽ തന്ന ഉപദേശം അതാണ്. നീ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കാൻ ഒരു കന്യകയെ സൂക്ഷിച്ചു നോക്കരുത്. ഇങ്ങനെ പരിപാവനമായ ഉപദേശത്തിന്റെ നെല്ലി പലകകൾ നമ്മെ കാണിച്ചു തന്ന യേശുനാഥൻ ഇന്നിവിടെയുണ്ട്. പിന്നൊരു കാര്യം, യേശുവിനെ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഒരത്ഭുതം ഇന്നിവിടെ നടക്കും. നിങ്ങൾ എന്തെങ്കിലും രോഗികളാണോ? ഏതെങ്കിലും വിധത്തിൽ രോഗം നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? നമ്മൾക്ക്
പറഞ്ഞറിയിക്കാത്ത ദ്രോഹങ്ങളാണ് ഈ പാപം നമ്മളിൽ വരുത്തി വെച്ചത്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവിടെ കിടക്കുന്ന എല്ലാ മിഷനിലും കൂടെ നമ്മളെ കയറ്റി ഇറക്കി അതും ഇതുമൊക്കെ പറഞ്ഞ് എനിക്ക് ഈയിടെ ഒരു സംഭവം ഉണ്ടായി. വെറുതെ ഒരു തലയിറക്കം, അതെ 10,000 ഒരു മേടിച്ചു. ഞാൻ പറഞ്ഞു, മണ്ടത്തരമായി പോയല്ലോ. പ്രിയരെ, രോഗമൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ജീവിത വിശുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നിങ്ങളോടുകൂടെ വസിക്കും. യേശുവിന്റെ പേര് ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനോടുകൂടെ ജീവിക്കുന്ന ഈ യേശുവിനെ നിങ്ങൾ ഇന്ന് ഉൾത്തടങ്ങളിൽ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന എന്ത് രോഗങ്ങളാണേലും ശരി, ഏത് whatever it may be, എന്നൊക്കെ പുതിയ പുതിയ രോഗങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുകയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞാനും ഭാര്യയും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തം ഞങ്ങളെ സൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഭയമില്ല. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ രോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്കു ഭവാൻ കാഴ്ച നൽകി, നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു, ദുഷ്ടരായി 5000 ജനം. പാടി നിൽക്കാൻ സമയമില്ല പ്രിയരെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും രോഗികളായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വലുതാകട്ടെ ചെറുതാകട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇന്നൊരു തീരുമാനം ചെയ്യണം. പാപരഹിതമായിരിക്കുന്ന ഒരു പരിശുദ്ധ ജീവിതം യേശു ഉപദേശിച്ചതുപോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്താൽ ഓൺ ദ സ്പോട്ട് ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഞങ്ങൾക്ക് വിശേഷവിധിയായി ഒരു കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. ഞങ്ങളെ കർത്താവ് ഇന്നുവരെയും നടത്തി. ഞാനൊരു റിട്ടയർഡ് ലേബർ ഓഫീസറാണ്. എൻ്റെ ഭാര്യ അതേ ഹൗസ് വൈഫാണ്. ഞങ്ങൾ ഒന്നിച്ച് ലഭിക്കുന്ന സമയം കർത്താവിനെ സാക്ഷിപ്പാനും പാടുവാനും പ്രസംഗിക്കാനും പോകുന്നത് ഞങ്ങൾക്കൊരു ഹോബിയാണ്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മരണശേഷം ഒരു നിത്യജീവൻ, ഒരു സ്വർഗമുണ്ട്. എനിബഡി ഹു ഹാവ് ദിസ് വിഷൻ, ഈ കാഴ്ചപ്പാട് ഈ ലോകത്തിൽ വെച്ച് യേശുവാണ്. നിങ്ങളുടെ രോഗികൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ചെന്നെ ശ്രദ്ധിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ, പാപത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും രക്ഷകനായ യേശുവിനെ കുറിച്ചും ഈ ജനത്തോട് അറിയിപ്പാൻ നീ കൃപ തന്നതിനായി സ്തോത്രം. ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്. ഞങ്ങളെ ശുദ്ധീകരിക്കണേ. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്ത് വ്യാധിയുമാകട്ടെ, യേശു സകല രോഗികളെയും സൗഖ്യമാക്കി സകല അകൃത്യങ്ങളും മോചിക്കുന്ന യേശു ആകയാൽ എൻ്റെ കേട്ട എന്നെ കർത്താവിനെ വിശ്വസിച്ച പ്രിയ സഹോദരി സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമുള്ളവരായി മാറും. ഇനി ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കണ്ട് സന്തോഷിപ്പാനിടയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, വന്ദനം. ഗോഡ് ബ്ലസ്. ഞങ്ങൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രൈസ് ഗോഡ്.